നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മരോട്ടി ചാലിൽ തുടർച്ചയായ രണ്ടാം ദിവസം കാട്ടാനിറങ്ങി. ചുള്ളിക്കാവ് മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം 150ഓളം കുലച്ച നേന്ത്രവാഴകൾ നശിപ്പിച്ചു. വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെട്ടു. എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസിന്റെ ബോഗികളാണ് വേർപെട്ടത്. ഹൈറിച്ച് മണി ചെയിൻ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി അനിലക്കര. തനിക്കെതിരെ തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചത് ഹൈറിച്ച് എന്ന അനിലക്കര. അന്വേഷണം ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അനിലക്കര പരാതി നൽകി. പാലേക്കര ടോൾ പ്ലാസയിൽ കാറിനെ പിന്നിലേക്ക് നിരക്കി നീക്കി ടോറസ് ലോറി. KL 758927 നമ്പറിലുള്ള റെനോൾട്ട് കാറാണ് പിറകിലേക്ക് നിരക്കി നീക്കിയത്. കണ്ടുനിന്നവർ ബഹളം വെച്ചതോടെയാണ് ലോറി നിർത്തിയത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത. മധുരകം പൊക്ലായി ബീച്ചിൽ കടലേറ്റ്. 3 ദിവസമായി തുടരുന്ന കടലേറ്റത്തിൽ നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. മത്സ്യബന്ധന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ഷെഡ്, ശുചിമുറി എന്നിവ കടലെടുത്തു. ദേശമംഗലത്ത് കനത്ത മഴയിൽ വയോധികയുടെ വീട് തകർന്നു. 8ാം വാർഡിൽ കുറുവാളി മഠം വീട്ടിൽ നളിനിയുടെ വീടാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത മഴയിൽ തകർന്ന നിലം പൊത്തിയത്. ഇവർ വീടിനകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. 320 രൂപ വർദ്ധിച്ച് 52,920 രൂപയായി. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 6,615 രൂപയായി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോഷണം. കുട്ടികളുടെ വാർഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന 1.5 വയസ്സുകാരിയുടെ കഴുത്തിലെ 2.5 പവന്റെ സ്വർണ്ണമാലയാണ് മോഷണം പോയത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്കൂട്ടറിൽ കാറിടിച്ച് അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പോർക്കളയങ്ങാട് സ്വദേശി പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ താഹിറിനാണ് പരിക്കേറ്റത്. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായി കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പണിക്ക് വീട്ടിൽ ഇജാസിനെയാണ് 1 വർഷത്തേക്ക് ജയിലടച്ചത്. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി പുസ്തക ചങ്ങാത്തം പദ്ധതിക്ക് തുടക്കമായി. അധ്യാപകനും NCC അസോസിയേറ്റഡ് ഓഫീസറുമായ PJ സ്റ്റൈജുവാണ് പുസ്തക ചങ്ങാത്തം പദ്ധതി നടപ്പിലാക്കുന്നത്. കാട്ടൂർ പഞ്ചായത്തിലെ വാർഷിക പദ്ധതി പ്രകാരം വനിതകൾക്ക് സ്വയം തൊഴിലിനായി ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത നിർവഹിച്ചു. മനക്കൊടി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത് സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. ഏഴക്കാട് കൃഷ്ണദാസ് സപ്താഹ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. വടക്കാഞ്ചേരി പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വെജിറ്റബിൾ ആൻഡ് പ്രൊമോഷൻ കൌൺസിൽ, തൊട്ടിപ്പാൽ സ്വാശ്രയ കർഷക സമിതി സിൽവർ ജൂബിലി ആഘോഷവും പൊതുയോഗവും നടന്നു. പറപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് E. അനൂപ് ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് ചെറുവള്ളി കടവിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ വാൽവിന്റെ ചോർച്ച മാറ്റിയില്ല. ദിവസം 1000 ലിറ്റർ വെള്ളമാണ് പാഴായി പോകുന്നത്. പൈപ്പിന്റെ ചോർച്ച മാറ്റാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. അപകട ഭീഷണി ഉയർത്തി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കടവലൂർ വരെയുള്ള ഭാഗങ്ങളിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം. പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ. മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയിൽ ലഹരി വിരുദ്ധ ദിനാചരണം തെക്കുംകര പഞ്ചായത്ത് അംഗം K. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സാജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി പോഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദൂർ മഹാത്മാ LP സ്കൂളിന് കിച്ചൺ കം സ്റ്റോർ നൽകിയ കേന്ദ്ര സർക്കാരിന് BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി നന്ദി പ്രകാശന സദസ്സ് സംഘടിപ്പിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് വെള്ളറക്കാട് ഉദ്ഘാടനം ചെയ്തു.
വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്കായി ജൂൺ 29-ന് ശനിയാഴ്ച നടത്തുന്ന ക്ലസ്റ്റർ പരിശീലനം ബഹിഷ്കരിക്കാൻ അധ്യാപക സംഘടനയായ KPSTA മുല്ലശ്ശേരി ഉപജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം TU ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ ദുക്റാന ഊട്ടുതിരുനാൾ ജൂലൈ 3-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. തിരുനാൾ ദിനത്തിൽ ഊട്ടുവെഞ്ചിരിപ്പ് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കും. ഓണത്തെ വരവേൽക്കാൻ കടങ്ങോട് പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷിയൊരുക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരത്തിന് ആനകളെ പരിശോധിക്കുന്നത് പാർമേക്കാവ് ദേവസ്വം തടസ്സപ്പെടുത്തിയെന്ന വനംവകുപ്പ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്. വനംവകുപ്പിന്റേത് പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് പാർമേക്കാവ്. പാവറട്ടിയിൽ മാലിന്യം ശുദ്ധജല തടാകത്തിൽ നിക്ഷേപിക്കാൻ പഞ്ചായത്തിന്റെ ശ്രമം. പ്രതിഷേധവുമായി കോൺഗ്രസ്. സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ ജൂൺ 29 മുതൽ ജൂലൈ 6 വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ 4 ഗ്രൂപ്പുകളായി മത്സരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പുകാവ് PWD ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ നരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. എൽത്തുരത്ത് സെന്റ് അലോഷ്യസ് നഴ്സറി വിദ്യാലയത്തിൽ ഗ്രീൻ ഡേ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചക്രമാക്കിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. PFPA സംസ്ഥാന സെക്രട്ടറി ജോസ് ആറ്റുപുറം യോഗം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾ പിന്നിട്ടിട്ടും ചേലക്കരയിലെ ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാതെ അടഞ്ഞുകിടക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചതാണ് കെട്ടിടവും അനുബന്ധ സൌകര്യങ്ങൾ. വെങ്കിടങ്ങ് കുണ്ടഴിയൂർ GMUP സ്കൂളിൽ ലഹരി വിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ നടന്നു. PTA പ്രസിഡന്റ് അഫ്സൽ പാടൂർ അധ്യക്ഷനായി. ഭാര്യ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ യുവാവിന് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പാലക്കൽ പുത്തൻവീട്ടിൽ പ്രദീപ് കുമാർ എന്ന മണികണ്ഠനെയാണ് തൃശൂർ 4 അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. എറണാകുളത്തിനും വള്ളത്തോൾ നഗറിനുമിടയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഒരുങ്ങുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ സംവിധാനം ഒരുങ്ങുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നന്നമുക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ P. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ ചരമവാർഷികത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് P. ഭാസ്കരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. പഠനത്തിൽ മികവ് തെളിയിച്ച നിർധനയായ വിദ്യാർത്ഥിനിയുടെ സ്കൂൾ യാത്രയ്ക്ക് സൈക്കിൾ സമ്മാനിച്ച് ചിത്രകാരൻ ജോബി ചാക്കോ. വിദ്യാർത്ഥിനിക്ക് സ്കൂൾ യാത്രയ്ക്ക് സൈക്കിൾ അഭ്യർത്ഥിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റാണ് ഫലം കണ്ടത്. വൈദ്യുതി മേഖലയിൽ അപകട മരണങ്ങൾ ഒഴിവാക്കാൻ വൈദ്യുതി ബോർഡ് നടപടിയെടുക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ. വകുപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.